കാരണം FIR-ന്റെ ഘട്ടത്തിലോ 164 മൊഴി കൊടുക്കുന്ന സമയത്തോ അതിജീവിത ഒരിക്കൽ പോലും ദിലീപാണ് അല്ലെങ്കിൽ ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നില്ല. അതിനുശേഷം ദർബാർ ഹാളിൽ എന്ത് ചെയ്യുന്നു, നടിമാരുടെ എന്ത് ചെയ്യുന്നു, ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കപ്പെടുകയും അതിവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദിലീപിൻ്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയെ അദ്ദേഹത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത് ഇറക്കിയാരാണ്? മഞ്ജു വാര്യർ. ആരാണ് മഞ്ജു വാര്യർ? മുൻ ഭാര്യ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് എന്തുണ്ട്, അങ്ങനെ വേണമെങ്കിലും കരുതാമല്ലോ. അപ്പോൾ അതിനുശേഷം അതിനെയാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം വളരെ ദുർബലമാണ്. കാര്യം ഇതിലേക്ക് ഒരു തെളിവായിട്ട് അവർ പറയുന്നത് എന്താണ്, വളരെ ബാലിശമായ ചില വാദങ്ങളാണ്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസും ദിലീപ് ഈ കേസിലുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഒരു കൃത്യമായ സാക്ഷിമൊഴികൾ, ആകെ സാക്ഷിമൊഴിയായിട്ട് പിന്നീട് ഒരു ബാലേന്ദ്രകുമാറിനെ കൊണ്ടുവന്നു. പക്ഷെ അതിന് യാതൊരു വിധമായ യാഥാർത്ഥ്യമില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, അദ്ദേഹം ഇരുന്നു റോഡിൽ വണ്ടിക്കകത്തിരുന്ന് ഒരാളെ എന്ത് ചെയ്യുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥനെ ലോറി കയറ്റി കൊല്ലുന്നു, ബസ് കയറ്റി കൊല്ലുന്നു, മറ്റേ ചുമ്മാ അതൊക്കെ ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ.